നമസ്കാരം. പതിരും കതിരും. വാശി പിടിച്ച് കരയുന്ന കുഞ്ഞുങ്ങളെ മാമൂട്ടിക്കാനും ഉറങ്ങാത്ത പിള്ളാരെ ഉറക്കാനും പണ്ട് അമ്മമാർ വിളിച്ചു വരുത്തുന്ന ഒരു സാങ്കല്പിക പിശാചായിരുന്നു ഉമ്മാക്കി. എന്നാൽ വള്ളിപ്പുലിയെയും കാട്ടുപൂച്ചയെയും ഉമ്മാക്കൻ എന്നും വിളിച്ചിരുന്നു. അമ്മമാർ പറയുന്നത് കേൾക്കുമ്പോൾ പിള്ളേർ ധരിക്കുക ദംഷ്ട്ര കാണിക്കുകയോ ചോര കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാധനമാണ് ഈ ഉമ്മാക്കി എന്നായിരിക്കും. അത് കയറി കടിക്കുമോ എന്നും പിള്ളേർ പേടിക്കും. എന്തായാലും പഴംപുരാണത്തിലുള്ള വാക്കുകളൊക്കെ പിണറായി വിജയൻ്റെ വായിൽ നിന്നേ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും. UDF സർക്കാരിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞ് എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഏത് വാക്ക് പുറപ്പെട്ടാലും മലയാളികളുടെ ഭാഷാ നിഘണ്ടു സമ്പന്നമാവുകയുള്ളൂ. കേരളം കണ്ട മികച്ച പ്രഭാഷകരിൽ ഒരാളാണോ പിണറായി വിജയൻ? അദ്ദേഹത്തിന് പ്രസംഗപാടവം ഉണ്ടോ? അദ്ദേഹം ആളെ പിടിച്ചിരുത്തുന്ന ക്രൗഡ് പുള്ളറാണോ? ഇതൊന്നുമല്ല. എന്നാൽ മലബാറിൻ്റെ വാമൊഴി വഴക്കത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രയോഗങ്ങളും വലിയ വിവാദങ്ങളായിട്ടുണ്ട്. ചിലത് രസകരവുമായിരുന്നു. മലയാള ഭാഷാ പ്രയോഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ മെറ്റീരിയലുകൾ സംഭാവന ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവും ഒരുപക്ഷെ പിണറായി തന്നെയായിരിക്കും. എന്തൊക്കെ വിവാദപരമായ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ തിരികേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഏറെക്കാലം വലിയ വിവാദമായി. പിന്നെ നികൃഷ്ടജീവി എന്ന പ്രയോഗമായിരുന്നു. താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയെയാണ് നികൃഷ്ടജീവി പ്രയോഗത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോ മരിക്കും മുമ്പ് അന്ത്യകൂദാശ സ്വീകരിച്ചുവെന്ന് ബിഷപ്പ് പറഞ്ഞതാണ് പിണറായി വിജയൻ്റെ ഈ രോഷത്തിനിടയാക്കിയത്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ച് നടത്തിയ കുലംകുത്തി എന്ന പ്രയോഗം ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന ഒരു പദമാണ്. കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെ എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ലോക രാഷ്ട്രീയത്തിൽ നിന്നാണ് പിണറായി ആ പ്രയോഗം അന്ന് കടമെടുത്തത്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പ്രയോഗമായിരുന്നു അത്. വർഗവഞ്ചകനെന്നാണ് കുലംകുത്തി എന്നതിൻ്റെ അർത്ഥം. പിന്നീട് വന്ന കടക്കു പുറത്ത് എന്ന പ്രയോഗം മാധ്യമപ്രവർത്തകരുടെ അതൃപ്തിക്ക് കാരണമായി. ഇന്നും രാഷ്ട്രീയ ട്രോളുകളിലെ ഹോട്ട് ഫേവറിറ്റുകളിൽ ഒന്നായി കടക്കു പുറത്ത് നിലനിൽക്കുന്നു. മറ്റൊന്ന് പരനാറി പ്രയോഗമായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിർണായകമായ സ്ഥാനം തന്നെ ഉണ്ട് പിണറായി വിജയൻ്റെ പരനാറി എന്ന പ്രയോഗത്തിന്. അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്ന വിഭാഗം ആഘോഷമാക്കിയ ഒരു പ്രയോഗമായിരുന്നു അത്. എന്നാൽ അത് CPM എന്ന പാർട്ടിക്ക് ചെയ്ത രാഷ്ട്രീയമായ ദോഷം ചില്ലറയൊന്നുമല്ല. UDFൻ്റെ പാളയത്തിലേക്ക് ചേക്കേറിയ RSP നേതാവ് NK പ്രേമചന്ദ്രനെ കുറിച്ചായിരുന്നു ആ പ്രയോഗം. മറ്റൊന്ന് ഒറ്റച്ചെങ്ങായി എന്ന പ്രയോഗമാണ്. കോൺഗ്രസ്സുകാർ BJPയുടെ ഒക്കച്ചെങ്ങായിയായി നടക്കുകയാണല്ലോ എന്ന് 2018 പിണറായി വിജയൻ പരിഹസിച്ചത്. അദ്ദേഹത്തിൻ്റെ സരസ്വതി കടാക്ഷമുള്ള നാവിൽ നിന്നും പുറത്തു വന്ന മറ്റൊരു വാക്ക് പിപ്പിടി വിദ്യ എന്നതാണ്. വിശാല മലയാളം പദാവലിയിലേക്ക് 2022 പിണറായി സംഭാവന ചെയ്ത വാക്കാണ് പിപ്പിടി വിദ്യ. ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നീ അർത്ഥത്തിൽ മലബാർ മേഖലയിൽ ഉപയോഗിക്കുന്ന പേപ്പിടി വിദ്യ എന്ന പ്രയോഗത്തിൻ്റെ ഒരു രൂപമാണ് പിപ്പിടി വിദ്യ. പേടിപ്പിക്കാൻ വെറുതെ പറയുന്ന വാക്കുകളാണ് പിപ്പിടി വാക്കുകൾ എന്ന് പറയുന്നത്. കേരയിൽ വിഷയത്തിൽ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളെ പിപ്പിടി വിദ്യ കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു പിണറായിയുടെ പരാമർശം. പിന്നീട് അദ്ദേഹം കാഴ്ചവെച്ച മറ്റൊരു പഞ്ച് ഡയലോഗാണ് അതുക്കും മേലെ എന്നത്. ശങ്കർ സംവിധാനം ചെയ്ത് വിക്രം നായകനായ ഐ എന്ന തമിഴ് സിനിമയിൽ നിന്നും പിണറായി വിജയൻ കടമെടുത്ത ഡയലോഗായിരുന്നു അത്. ഇതെന്താ ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയാണോ എന്ന് ചോദിച്ചുകൊണ്ട് 2008 CPMൻ്റെ കോട്ടയം സമ്മേളന വേദിയിൽ വെച്ച് നടത്തിയ ആ പ്രയോഗം മദ്യപിച്ച് അമിതാവേശം കാട്ടിയ പാർട്ടി പ്രവർത്തകർക്കുള്ള താക്കീതായിരുന്നു. പിന്നാലെ ഉഷാ ഉതുപ്പ് ഇതിനെതിരെ പ്രതികരിച്ചത് തൻ്റെ ഗാനമേള കാണാൻ വരുന്നവർ കള്ളു കുടിച്ച് തുള്ളുകയല്ല, പാട്ട് ആസ്വദിച്ച് നൃത്തം ചെയ്യുകയാണ് എന്നായിരുന്നു. ഉറുദു ഭാഷയിൽ നിന്നും കടം കൊണ്ട ബക്കറ്റിലെ വെള്ളം എന്ന പ്രയോഗത്തിലൂടെ VSനെ അടിച്ചിരുത്താനും പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കടലിലെ വെള്ളത്തിനുള്ള കരുത്ത് ബക്കറ്റിലെ കോരിവെച്ച വെള്ളത്തിനില്ല എന്ന അർത്ഥം വരുന്ന രീതിയിലായിരുന്നു ആ പരാമർശം. പ്രമുഖ മലയാളം പത്രത്തിൻ്റെ എഡിറ്ററെ എടോ ഗോപാലകൃഷ്ണ എന്ന് സംബോധന ചെയ്ത് പിണറായി നടത്തിയ പ്രസംഗവും അനുയായികളെ സംബന്ധിച്ച് മാസ് ഡയലോഗ് തന്നെയായിരുന്നു. കത്തി കണ്ടാൽ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ, ഒരുപാട് കത്തികൾ പല വഴിക്ക് വരുമ്പോൾ ആ വഴി നടന്നവരാണ് ഞങ്ങൾ എന്നായിരുന്നു ആ വാക്കുകൾ. കണ്ണൂർ പയ്യാമ്പലത്തെ നായനാർ സ്മാരക സ്തൂപത്തിന് മുമ്പിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലാണ് മറ്റൊരു ഭംഗിയുള്ള വാക്ക് പിറന്നു വീണത്. നല്ല നമസ്കാരം.
ആ പ്രയോഗം കേരളത്തിൽ ആദ്യമായി ഉച്ചത്തിൽ കേൾക്കുന്നത് പിണറായി വിജയനിൽ നിന്നാണ്. ആ വാക്കിൻ്റെ സൗന്ദര്യം അത്രമേൽ ഉണ്ടായിട്ടായിരിക്കണമല്ലോ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹത്തിൻ്റെ വാരാന്ത്യം പരിപാടിക്കൊടുവിൽ നല്ല നമസ്കാരം പറഞ്ഞാണ് പിന്നീടുള്ള എല്ലാ എപ്പിസോഡുകളും അവസാനിപ്പിച്ചത്. ഇതെല്ലാം ഒറ്റയ്ക്കൊരാൾ ചെയ്യുന്നതാണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരമെന്നായിരുന്നു VSൻ്റെ അനുയായികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആ പരാമർശം. അത് പിന്നീട് എതിരാളികൾ പോലും ഏറ്റെടുത്തു. കേരളത്തിലെ CPMൽ വിഭാഗീയത കൊടികുത്തിയ കാലത്ത് വിരുദ്ധപക്ഷത്ത് നിലയുറപ്പിച്ചവരാണെങ്കിലും പിണറായിയും VSും മാധ്യമങ്ങളെ വിമർശിക്കാൻ ഒരേ പദം പൊതുവായി ഉപയോഗിച്ചു: മാധ്യമ സിൻഡിക്കേറ്റ്. ഈ പ്രയോഗം പിന്നീട് കേരള രാഷ്ട്രീയത്തിലും മാധ്യമ വിമർശനത്തിലും സജീവമായി മാറി. പിണറായി അവതരിപ്പിച്ച മറ്റൊരു പദപ്രയോഗമായിരുന്നു വിദ്രോഹ സഖ്യം. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരെ വിദ്രോഹ സഖ്യം പ്രവർത്തിക്കുന്നു എന്നും അവർ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുമായിരുന്നു അന്നത്തെ ആരോപണം. അദ്ദേഹം കൈരളിക്ക് സംഭാവന ചെയ്ത മറ്റു രസകരമായ 2 വാക്കുകളാണ് ഊരിപ്പിടിച്ച വാളും പ്രത്യേക യക്ഷനും. ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്തെക്കുറിച്ച് പിണറായി നടത്തിയ 2 പ്രയോഗങ്ങളും അനുയായികൾക്ക് ആവേശവും എതിരാളികൾക്ക് ട്രോൾ ചാകരയുമായി മാറി. സംസ്ഥാന സർക്കാരിനെ മറിച്ചിടാൻ BJPയുടെ കേന്ദ്ര നേതാവ് അമിത്ഷായ്ക്ക് ഈ തടിയിലെ വെള്ളം പോരാ എന്ന പിണറായി വിജയൻ്റെ പരാമർശം ബോഡി ഷെയ്മിംഗായി വിമർശിക്കപ്പെട്ടു. എന്നാൽ ശരീരമെന്ന അർത്ഥത്തിലും തടി എന്ന് പറയാറുണ്ടെന്ന് അനുയായികൾ ന്യായീകരിച്ചു. ഇത്തരത്തിൽ പിണറായി വിജയൻ വ്യക്തി അധിക്ഷേപത്തിൻ്റെ അതിരുകൾ ലംഘിച്ച മറ്റൊരു പ്രയോഗമായിരുന്നു അട്ടംപരതി ഗോപാലൻ്റെ കഥ. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അച്ഛൻ മുല്ലപ്പള്ളി ഗോപാലനെക്കുറിച്ചായിരുന്നു ആ പരാമർശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലം, പ്രവർത്തകർ ഒളിച്ചിരുന്ന വീടുകളുടെ മച്ചുകൾ തേടിപ്പിടിച്ച് പോലീസിന് ഒറ്റുകൊടുത്തതുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുല്ലപ്പള്ളി ഗോപാലനെ അട്ടംപരതി ഗോപാലൻ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപിച്ചത്. അട്ടം എന്നാൽ മച്ച് എന്നാണ് അർത്ഥം. ഒരു നിയമസഭാംഗത്തെ പരിഹസിക്കാനായി പിണറായി വിജയൻ അവസാനമായി പ്രയോഗിച്ച മറ്റൊരു വാക്കുണ്ട്: എട്ടുമുക്കാൽ അട്ടിവെച്ച പോലെ. അതിൻ്റെ പേരിലും ഒരുപാട് വിമർശനങ്ങൾ പിണറായി ഏറ്റുവാങ്ങി. 3ാം പിണറായിയായി അണിഞ്ഞൊരുങ്ങി തേച്ചു മടക്കി വരാൻ കഴിഞ്ഞില്ലെങ്കിലെന്താ? പുതിയ അധ്യയന വർഷത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് നൽകിയ ഒരു പ്രയോഗമാണല്ലോ കഴിഞ്ഞ ദിവസം കേട്ട ഉമ്മാക്കി. പുതിയ കാലത്തെ കുട്ടികളൊന്നും ഉമ്മാക്കി എന്ന പ്രയോഗം കേട്ടിട്ടേ ഉണ്ടാകില്ല. ജെൻസി തലമുറയ്ക്ക് ഇപ്പോൾ പൂക്കിയും തന്തവൈബും ഒക്കെയാണ് ഇഷ്ടം. അതിനിടയിലാണ് 82 കഴിഞ്ഞ അമ്മാവൻ്റെ ഒരു ഉമ്മാക്കി.